വടക്കാഞ്ചേരിയിൽ CPM-ന്റെ വലയിൽ വീണത് മുസ്ലിം ലീഗ് ഒന്നുമല്ല, ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പെട്ടുപോയി. അതിനുള്ള പണി സ്വതന്ത്രനും CPM-നും അനിൽ അക്കര കൊടുത്തിട്ടുമുണ്ട്. CPM-ൽ നിന്നും സ്വതന്ത്രൻ 50 ലക്ഷം രൂപ കൂറുമാറാൻ കൈപ്പറ്റിയെന്ന അനിൽ അക്കരയുടെ പരാതിന്മേൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നു. പക്ഷേ ഇടത് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന വിജിലൻസ് ആയതിനാൽ എന്താണ് അതിന്റെ ഫൈൻഡിങ്സ് എന്ന് ഇപ്പോൾ തന്നെ UDF-നും അറിയാം, ലീഗിനും അറിയാം. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ പോലും SIT ഇടപെടുകയും അറസ്റ്റും ചോദ്യം ചെയ്യലടക്കം പല നടപടികളും വൈകിപ്പിച്ച സർക്കാരാണിത്. അവരുടെ വിജിലൻസ് ആണ്. അപ്പോൾ എന്താകും ഫൈൻഡിങ്സ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമാണ്. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി LDF-ന് വോട്ട് ചെയ്ത മുസ്ലിം ലീഗ് സഹോദരൻ 50 ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്തെന്ന് വ്യക്തമാക്കുന്ന ഒരു ഫോൺ സംഭാഷണത്തിന്റെ പേരിലാണ് ഇപ്പോൾ അനിൽ അക്കര വിജിലൻസിനെ സമീപിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്നും വിജയിച്ച EU ജാഫർ കോൺഗ്രസിന്റെ വരവൂർ മണ്ഡലം പ്രസിഡന്റായ A മുസ്തഫയോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ തെളിവായി പുറത്തു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസമായിരുന്നു സംഭാഷണം ഉണ്ടായത്. 2 ഓപ്ഷനാണ് CPM ജാഫറിന് നൽകിയത്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ സ്വീകരിച്ച് CPM-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകണം എന്നതായിരുന്നു CPM-ന്റെ ഓഫർ. ഇതിന് പിന്നാലെ 50 ലക്ഷം രൂപ വാങ്ങാൻ തീരുമാനമായെന്നും ലീഗ് സ്വതന്ത്രൻ പാർട്ടി അറിയിക്കുക. സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ പരാതിയിൽ വിജിലൻസ് എന്തായാലും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ആകെയുള്ള 14 ഡിവിഷനിൽ LDF-നും UDF-നും 7 വീതമാണ് സീറ്റുകൾ. തുടർന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പ്രസിഡന്റ് സ്ഥാനത്ത് KV നഫീസ LDF-ൽ നിന്നുള്ള 7ഉം UDF-ൽ നിന്നുള്ള 1 വോട്ട് ചെയ്ത് 8 വോട്ട് നേടിയാണ് ജയിച്ച പ്രസിഡന്റ്. അബദ്ധത്തിൽ വോട്ട് മാറി ചെയ്തതാണെന്നാണ് ജാഫറിന്റെ വിശദീകരണം. അപ്പോൾ തന്നെ ലീഗിനും കോൺഗ്രസ് വ്യക്തമാക്കി ഇത് എങ്ങനെ ഉണ്ടായ അബദ്ധമാണ്. അപ്പോൾ ഒരു ഡിവിഷൻ പ്രസിഡന്റ് സീറ്റിന് ഒരു പഞ്ചായത്തിൽ 50 ലക്ഷം രൂപ വരെയാണ് CPM-ന്റെ ഓഫർ. എങ്കിൽ ഇങ്ങനെ കേരളത്തിലെ എത്ര തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതേപോലെ CPM പണമിറക്കി കാണും? പഞ്ചായത്ത് തലത്തിൽ 50 ലക്ഷം രൂപ മുടക്കുന്ന CPM-ന് അതെങ്ങനെ തിരിച്ചു പിടിക്കാനാകും? പ്രാദേശിക CPM ഘടകങ്ങൾക്ക് ഈ അട്ടിമറി തുക എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. വിജിലൻസ് കണ്ടെത്താൻ എന്തു തന്നെയായാലും കോൺഗ്രസും UDF-ഉം ഒക്കെ ഇതൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരം ലഭിക്കും.